എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ പിള്ളേർക്ക് നമുക്ക് UK ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും NHS ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് ഫ്രീ ആണ്. സോ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ്, അതായത് ഭൂപ്പ ഡെൻ്റലിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. നമ്മുടെ NHS സർവീസ് സെർച്ച് വഴി നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. വൺസ് ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നേരെ അവരുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. നോർമലി അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെക്കപ്പ്, ഫില്ലിംഗ്, ഹൈജീനിക് അപ്പോയിൻമെൻറ്റ്, ഡെൻ്റൽ ആക്സസ്. ചെക്കപ്പ് എന്ന് പറയുന്നത് ആനുവലി 2 ടൈമിൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ പല്ല് ആദ്യം വരുന്ന ഉടനെ തന്നെ നമുക്ക് ഡെൻറ്റിസ്റ്റിനെ കാണിക്കാവുന്നതാണ്. അപ്പം തൊട്ട് നമ്മുടെ പിള്ളേർ ഡെൻ്റൽ അപ്പോയിൻമെൻറ്റിന് എലിജിബിലിറ്റിയാണ്. പിന്നെ 3 വയസ്സിന് മേളിലുള്ളവർക്ക് ഫ്ലൂറിഡ്, വാർണിഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവിടുന്ന് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. എന്തെങ്കിലും എക്സ്ട്രീം എമർജൻസി ആണെന്നുള്ള കേസിൽ അവിടെ ഡീൽ ചെയ്യാൻ പറ്റാത്തത് അവർ ഹയർ അതോറിറ്റിയിലേക്ക്, എന്ന് വെച്ചാൽ ഹയർ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ്. കൂടുതലായിട്ട് തരുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 വട്ടം ബ്രഷ് ചെയ്യുക എന്ന് പറയും. പിന്നീട് ഫ്ലൂറൈഡ് യൂസുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ പറയും. ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ടൂത്ത് പേസ്റ്റിലും ഉണ്ട്, എസ്പെഷ്യലി അക്വാഫ്രഷ്, കോൾഗേറ്റ് മാക്സിമം. ആ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇനാമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കവറിങ് ആണ്. അത് നമ്മുടെ DKയിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പിന്നീട് മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മൾ റിൻസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. റിൻസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് സ്പ്ലിറ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് അഡ്വൈസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നു. എങ്കിലും നമ്മൾ പിള്ളേരുമായിട്ടൊന്ന് ഹാബിച്വേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പം അവരുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുക്കെ പോകുമ്പോൾ ആ ഒരു പേടിയെല്ലാം മാറിക്കിട്ടും, ആയൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നീട് നേരെ മീനൂട്ടിയെ സ്കൂളിലോട്ട് വിട്ടു. പിന്നീട് പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.